വളരെ അടിസ്ഥാനപരമായി 2-3 കൊച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ദൈവവചന ശുശ്രൂഷ അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. തിരുവചന ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പുതിയ നിയമത്തിൽ നമുക്കറിയാവുന്ന ആ അടിസ്ഥാന വേദവാക്യവും വേദപാഠവുമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ് ആദിമസഭയിൽ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കണമെന്നുള്ള ഒരു ഉത്തരവാദിത്വം, ഒരു ചുമതലയും മനസ്സിലാക്കിയപ്പോൾ മേശമേൽ ശുശ്രൂഷ ചെയ്യുവാനായി ചിലരെ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം ഉള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. അതിലെ 3 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കട്ടെ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പെറുപെറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തെരഞ്ഞെടുത്തുകൊള്ളുവീൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 3 കൊച്ചു വാക്കുകൾ, 3 ചെറിയ ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്താണ് ഈ ശുശ്രൂഷ? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ 3 സഹോദരന്മാരെ ഈ ഒരു സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്? സർവിങ് ഓൺ ദ ടേബിൾ, മേശമേൽ ശുശ്രൂഷ ചെയ്യുവാനായി. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അന്ന് 1-ാം നൂറ്റാണ്ടിൽ അന്ന് നടന്ന ഒരു സംഭവം ഇപ്പോൾ ഈ 3 സഹോദരന്മാർ ഈ ചുമതലയിലേക്ക് പ്രവേശിക്കുന്ന ദിവസം 21-ാം നൂറ്റാണ്ടിൻ്റെ 6-ാമത്തെ മാസമാണ്. അപ്പോൾ അന്ന് സർവിങ് ഓൺ ദ ടേബിൾ ആയിരുന്നുവെങ്കിൽ ഇന്ന് ചുമതലാ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നവർ ശമാശന്മാർ മാത്രമല്ല, പട്ടക്കാരും എല്ലാവരും ശുശ്രൂഷയിലും പ്രവൃത്തികളിലുമൊക്കെ ഒരുപാട് രൂപപരിണാമങ്ങൾ സംഭവിച്ചു, മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇന്ന് മെയിൻലി വാട്ട് വി സീ, നമ്മൾ കാണുന്നത് സർവിങ് ഓൺ ദ ടാബ്ലറ്റ് ആണ്. ഡിജിറ്റൽ യുഗമൊക്കെ വന്നപ്പോഴത്തേക്ക് ഫോണുകളും ആൻഡ്രോയിഡും ഐഫോണും അതൊക്കെ മാറി എല്ലാവരും സർവിങ് ഓൺ ദ ടാബ്ലറ്റായി. അത്രമാത്രം വ്യത്യാസങ്ങളാണ് ശുശ്രൂഷയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഭിമന്യ തിരുമേനി പറഞ്ഞല്ലോ, മാർത്തോമ വൈദിക സെമിനാരി ഇപ്പോൾ സെന്റിനറി, ശതാബ്ദി വർഷമാണ്. ആ ശതാബ്ദി വർഷത്തിൽ അഭിമന്യ തെഡോഷ്യസ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ നിർദ്ദേശം അനുസരിച്ച് ശതാബ്ദിയുടെ ചിന്താ വിഷയം എടുത്തിരിക്കുന്നത് തബ്നീത്ത് എന്ന് പറയുന്ന ഒരു എബ്രായ പദമാണ്. തബ്നീത്ത് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുടെ രൂപം, ക്രമം, അതാണ്. ടേബിൾ, തബ്നീത്ത്, ടാബ്ലറ്റ്, ഈ 3 കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അന്ന് 1-ാം നൂറ്റാണ്ടിൽ മേശമേൽ ശുശ്രൂഷ ചെയ്യുവാനായി ശമാശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കപ്പെട്ടവർ അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ മേശമേൽ ശുശ്രൂഷ ചെയ്യുക എന്നതായിരുന്നു അടിസ്ഥാന പാഠം. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷം അന്ന്
ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിറയെ ആളുകൾ വന്നുകൊണ്ടിരുന്നു. ആദിമസഭ അതിൻ്റെ ബഹുലത വൈവിധ്യങ്ങളിലൊക്കെ പെരുകിക്കൊണ്ടിരുന്നപ്പോൾ ഘടനാപരമായ മാറ്റങ്ങൾ നിർബന്ധമായും സഭയിൽ സംഭവിക്കണമെന്നുള്ള ഒരു സാഹചര്യമുണ്ടായപ്പോൾ അതിൻ്റെ ഒരു ക്രമമെന്ന നിലയിലാണ് ഈ ഒരു പദവിയിലേക്ക്, ഈ ഒരു ശുശ്രൂഷയിലേക്ക് മേശമേൽ ശുശ്രൂഷ ചെയ്യുവാനായി ഇവരെ അല്ലെങ്കിൽ അവരെ അന്ന് നിയോഗിച്ചത്. അപ്പോൾ സഭയിൽ വൈവിധ്യങ്ങളുണ്ട്, ശുശ്രൂഷയിൽ മാറ്റങ്ങളുണ്ട്, വ്യത്യസ്ത രൂപങ്ങളുണ്ട്. അത് ഓരോരോ കാലഘട്ടങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് മേശമേൽ ശുശ്രൂഷ ചെയ്യുവാനായി വിളിക്കപ്പെട്ടവരെ സംബന്ധിച്ച് എന്തിനു വേണ്ടിയാണ്, എന്താണ് മേശമേൽ ശുശ്രൂഷ? വാട്ട് ഡു യു മീൻ ബൈ സർവിങ് ഓൺ ദ ടേബിൾ? നമ്മുടെ ശുശ്രൂഷകൾ എന്താണ്? അത് ഞാൻ പറയും, കരുതലിൻ്റെ അടയാളപ്പെടുത്തലായി നമ്മളുടെ ശുശ്രൂഷകൾ മാറണം. ശുശ്രൂഷകൾ എപ്പോഴും ആര് ചെയ്താലും എവിടെ ചെയ്താലും മറ്റുള്ളവരെ കരുതുന്ന കരുതലിൻ്റെ അടയാളപ്പെടുത്തലായി നമ്മളുടെ ശുശ്രൂഷകൾ മാറണം. നമ്മൾ എന്തു കൊടുക്കുന്നു, ആര് കൊടുക്കുന്നു, എവിടെ കൊടുക്കുന്നു എന്നതല്ല. നമ്മൾ ഒരാൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ, ഈ ഞാൻ ഓർക്കുന്നുണ്ട് മലയാള ഭാഷയിൽ അന്നപൂർണി എന്ന് പറയുന്നൊരു കഥാപാത്രം, ഒരു ഷെഫാകുന്ന ഒരു സിനിമയാണത്. അതിൽ അവിടെ പറയുന്നുണ്ട്, നമ്മൾ ഏത് വീട്ടിൽ എങ്ങനെ കൊടുത്താലും സ്നേഹത്തോടുകൂടെ വിളമ്പി കൊടുക്കുമ്പോഴാണ് അതിന് രുചി ഉണ്ടാകുന്നതെന്ന്. സോ സെർവിങ് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്നേഹത്തോടു കൂടിയ ആ ഒരു സ്റ്റാമ്പിങ്ങോടുകൂടെ കരുതലിൻ്റെ അടയാളപ്പെടുത്തലായി നമ്മുടെ ശുശ്രൂഷകൾ മാറണം. കരുതലിൻ്റെ അടയാളപ്പെടുത്തലായി ശുശ്രൂഷകൾ മാറ്റുക. ആ കരുതലില്ല എങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ചോദ്യങ്ങൾ, നമ്മൾ ആർക്ക് വിളമ്പുന്നു എന്നുള്ള അന്നത്തെ ചോദ്യം. കാരണം സെർവിങ് ഓൺ ദ ടേബിൾ എന്നതിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ ആർക്കാണ് മേശ ഒരുക്കുന്നത്? അതുകൊണ്ട് ആർക്ക് മേശ ഒരുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആർ വി സെർവിങ് ദ വൾണറബിൾ, ദ പുവർ ആൻഡ് ദ നീഡി ഓൺ ദ ടേബിൾ? അതാണോ? അല്ലെങ്കിൽ ഇന്ന് ഇതിൻ്റെ പരിണാമങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് ടേബിൾ അത് സ്റ്റാറ്റസ് സിംബലുകളായി മാറുന്നു. മേശകൾ അന്തസ്സിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും സിംബലുകളായി മാറുമ്പോൾ ശുശ്രൂഷയുടെ അർത്ഥവ്യത്യാസങ്ങൾ സംഭവിക്കുകയാണ്. ശുശ്രൂഷയുടെ നിറം കെടുകയാണ്, രൂപം മാറുകയാണ്. ഒരിക്കൽ പോലും നിങ്ങൾ അങ്ങനെ ആകരുത്. എപ്പോഴും നിങ്ങളുടെ ശുശ്രൂഷയിൽ always there must be stamping of love in your ministry. സ്നേഹത്തിൻ്റെ മുദ്രണങ്ങളായി നിങ്ങളുടെ ശുശ്രൂഷകൾ മാറണം. ഒരു ശമ്മാശൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാ അങ്കിളെ, എന്തുകൊണ്ടാ ആൻറ്റി, അല്ല എന്തുകൊണ്ടാ ചായ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ആ സ്നേഹത്തിനകത്ത് തന്നെ അയ്യോ ഞങ്ങളുടെ അച്ഛൻ, എൻ്റെ അച്ഛൻ എന്നൊക്കെ പറയാൻ, എൻ്റെ എന്ന് പറയാൻ തോന്നണം അവർക്ക്. ആ ബിലോങ്ങിങ്നെസ്, ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയുന്ന ആ ഒരു ബിലോങ്ങിങ്നെസ് നഷ്ടപ്പെടുമ്പോഴാണ് ഈ ശുശ്രൂഷയിൽ രൂപപരിണാമം സംഭവിക്കുന്നു, നിറം കെടുന്നു എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട്
കരുതലിൻ്റെ അടയാളപ്പെടുത്തലായി നമ്മുടെ ശുശ്രൂഷകൾ മാറണം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് മിക്കവാറും എല്ലാവരും കമ്പ്യൂട്ടറുകളിലും ടാബ്ലറ്റുകളിലും ഇപ്പം എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഡിജിറ്റൽ വേൾഡാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡിൽ എല്ലാവരും നോക്കുന്ന പ്രശ്നം എന്താണ്? കണക്ടിവിറ്റിയാണ്, ആക്സസിബിലിറ്റിയാണ്, അവൈലബിലിറ്റിയാണ്. എല്ലാം നമ്മളെ സംബന്ധിച്ച് അതൊക്കെയാണ് പ്രശ്നം. കണക്ഷൻ ഇല്ലല്ലോ, സമയത്ത് കിട്ടുന്നില്ലോ. കണക്ടിവിറ്റി, അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി ഒക്കെ ഇങ്ങനെ ഇന്നത്തെ പ്രതിസന്ധികൾ മാറി. അങ്ങനെയാണ്. ഫോൺ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രയാസമാണ്, സമയത്ത് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാളും പ്രയാസമാണ്. അപ്പോൾ അച്ഛന്മാരെ സംബന്ധിച്ച് ഇത് തന്നെയാണ്. എപ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലൊന്നും വരുന്നില്ലല്ലോ, അല്ലെ ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് സംസാരിച്ചെങ്കിൽ. നമ്മൾ പറയും ഹൗസ് വിസിറ്റ്, ഭവന സന്ദർശനം. അവിടെ എല്ലാം ബേസിക്കലി അച്ഛന്മാരെ കുറിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കണക്ടിവിറ്റിയാണ്, സന്ദർശനത്തിൽ കൂടെ ഉണ്ടാകുന്ന ഒരു കരുതലാണ്, ഒരു സ്നേഹമാണ്, ചില സ്റ്റാമ്പിങ് ആണ്, അങ്ങനെ ചില മുദ്രകളാണ്. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷയിൽ കാലം മാറുമ്പോൾ, രൂപമാറ്റങ്ങൾ, രൂപപരിണാമങ്ങൾ സംഭവിക്കുമ്പോൾ എന്നും നമ്മുടെ ശുശ്രൂഷ കരുതലിൻ്റെ അടയാളപ്പെടുത്തലായ ശുശ്രൂഷകളായി മാറണം. എന്നും നിങ്ങളുടെ ജീവിതവും മറ്റുള്ളവരുള്ള നിങ്ങളുടെ ഇടപെടലുകളൊക്കെയും അതിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ മുദ്രകളാണ് കൊടുക്കേണ്ടത്. അത് മാത്രം കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷകൾ എന്നും അത് മാറാത്ത ഒരു സ്റ്റാമ്പിംഗ് ആയി, മുദ്രയായി മാറും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. കരുതലിൻ്റെ അടയാളപ്പെടുത്തലായി നിങ്ങളുടെ ശുശ്രൂഷകൾ മാറട്ടെ. ജീവിതം, നിങ്ങളുടെ ഇടപെടലുകളും ജീവിതവും മാറാത്ത സ്നേഹത്തിൻ്റെ മുദ്ര കൊടുക്കുവാൻ ദൈവതമ്പുരാൻ നിങ്ങളെ ഇടയാക്കട്ടെ. എല്ലാ ആളുകൾക്കും, എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും, ഡിജിറ്റൽ യുഗത്തിലായാലും യന്ത്രയുഗത്തിലായാലും നമ്മളെല്ലാവരും താല്പര്യപ്പെടുന്ന കണക്ടിവിറ്റിയും അവൈലബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്, ഒരാളുടെ സാന്നിധ്യം എൻ്റെ കൂടെ വേണം, ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, എനിക്കൊരാളൊന്ന് മിണ്ടാൻ കഴിഞ്ഞുവെങ്കിൽ. അത് ഷമ്മാശന്മാർക്ക് മാത്രം എല്ലാവർക്കും ആഗ്രഹമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ പ്രായമുള്ള ഒറ്റയ്ക്കായിരിക്കുന്ന മാതാപിതാക്കന്മാർക്കും നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ എപ്പോഴും അവൈലബിൾ ആകുന്ന, ചെല്ലുവാൻ കഴിയുന്ന, മിണ്ടാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന നല്ല മനുഷ്യരായി തീരുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.